ഫ്രണ്ട്സ്, ഇന്ന് 27 ഡിസംബർ 2024 ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ലൈവ് ട്രേഡ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വിജയമാണോ പരാജയമാണോ എന്നുള്ളത് കംപ്ലീറ്റ് വീഡിയോ മുഴുവനും കാണാം. കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ ഇമോഷണൽ മാനേജ്മെൻറ്റ് എങ്ങനെ നമ്മൾ വളരെ കൂളായിട്ട് ഇരിക്കാൻ പറ്റണം, എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ ഒപ്പം സഞ്ചരിക്കുന്നത്, എന്തെല്ലാം തോട്ട് പ്രോസസ്സാണ് മാർക്കറ്റ് ഓരോ മൂവ്മെൻറ്റ് നടത്തുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സോ വി ആർ ഫോമിങ് എ നാരേറ്റീവ് ഇൻ അവർ മൈൻഡ്, അല്ലെ? മാർക്കറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് നാരേറ്റീവാണ് നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് എൻ്റെ ഉള്ളിലെ ചിന്തകൾ എന്താണ് ആ സമയത്ത് എന്നുള്ളത് ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ അധികം. അപ്പോൾ ഇന്നൊരു ട്രേഡ് പെട്ടെന്ന് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ ഓർത്തിട്ട് നടന്നില്ല. അപ്പോൾ വളരെ ലാഗിങ് പ്രൈസ് ആക്ഷൻ ആയിരുന്നു. അങ്ങനെ കുറേ ഡിഫിക്കൽട്ടീസ് ഈ ഒരു ജേർണിയിൽ ഞാൻ ഫേസ് ചെയ്തിരിക്കുന്ന ജേർണി ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത് മണിക്കൂറുകൾ ഇരുന്ന് റെക്കോർഡ് ചെയ്ത് കുറേ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം അത് ബോറടിക്കുമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇത് കാണുക, ഒരു നെഗറ്റീവ് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എങ്ങനെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് നമ്മൾ വാട്ട് വെൻ റൈറ്റ് ആൻഡ് വാട്ട് വെൻ റോങ്, ഇതൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത്. അപ്പം മുഴുവൻ കാണുക, സ്പീഡിലിട്ടാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുക. അപ്പം നമുക്ക് ഒരു നല്ലൊരു ട്രേഡ്, ഒരു പ്രൊഫഷണൽ ട്രേഡറാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം, നിങ്ങളെല്ലാവരെയും. അപ്പോൾ ഞാൻ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കും എൻ്റെ ഒപ്പം വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഓരോ വീഡിയോയിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ്, ലൈവ് മാർക്കറ്റ്, എനിക്ക് ഇടയ്ക്കോ സമയം കിട്ടാറുള്ളൂ ഇങ്ങനെ ലൈവ് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് കിട്ടുന്ന സമയത്ത് ഞാൻ ലൈവ് ട്രേഡ് ചെയ്തും കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ എല്ലാ വിലയേറിയ കമൻസുകളും എഴുതാൻ മറക്കരുത്. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രറ്റ്സ് യൂട്യൂബ് ചാനൽ. വെൽക്കം ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ലൈവ് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി എൻട്രി എടുത്തു. ഞാൻ ഈ എൻട്രി ലൈനിലാണ് എൻട്രി എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ചെറിയൊരു ലോട്ട് നിഫ്റ്റി ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടിയിട്ട്, ബിക്കോസ് മാർക്കറ്റ് ഒരു താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം എൻട്രി എടുത്താണ്. പക്ഷേ എൻട്രി എടുത്തതിന് ശേഷം ഇമീഡിയറ്റ്ലി ഈ ഒരു ലൈനിലാണ് എൻട്രി എടുത്ത് പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ കണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് മിറ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടൈം പുൾ ബാക്ക് ഈക്വൽ ടു എഗെയിൻ ഡിസ്റ്റൻസ് സെയിം ആണ്. വൺ മോർ ഇവിടെ വന്നു, സെക്കൻഡ് ടൈം വന്നു, തേർഡ് ടൈം ഇവിടെ വന്നു. അതിനുശേഷം പ്രൈസ് നേരെ ഇതിന് താഴെ വന്നിട്ട് പ്രൈസ് കൺസോൾട്ടേറ്റ് ചെയ്ത് പോയി. അപ്പം ഇവിടെ ഈ കൺസോൾട്ടേഷൻ നടക്കുമ്പോഴും ഞാനിപ്പോൾ എന്തിനാണ് ഇത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇതുണ്ടോ, ഇതിപ്പം ലൈവാണ്. ഇന്നത്തെ ദിവസം ഫ്രൈഡേ 12/5, ഫ്രൈഡേ 27. അപ്പം ഇവിടെ 12/5 ലൈവ് മാർക്കറ്റ്. അപ്പം ഇവിടെ എന്താണ് ആക്ച്വലി നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ നോക്കി ഇതൊരു ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഒരു ബ്രേക്കപ്പ് സ്ട്രക്ചർ നമ്പർ 2, പൊസിഷൻ നമ്പർ 1, 2 ഇവിടെ വന്നു. 2 വന്നതിന് ശേഷം, ഇതാണ് 2 എന്ന് പറയുന്നത്. 2 വന്നതിന് ശേഷം പ്രൈസ് നേരെ മുകളിൽ പോയി 3 ക്രിയേറ്റ് ചെയ്തു. 2 ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യാൻഡിൽ ഇറങ്ങി വന്നു. അതിനുശേഷം പ്രൈസ് ഇവിടെ നിൽക്കുകയാണ്, അല്ലേ? അവിടെ ഇപ്പോൾ എല്ലാം ലിക്വിഡേറ്റ് ചെയ്തു. അപ്പോൾ ഇനി നേരെ പ്രൈസ് എന്ത് ചെയ്യണം? ഈ ഒരു പ്രൈസ് മാനിപ്പുലേഷൻ ഇവിടെ കാണിച്ചുകൊണ്ട്, ഞാനിവിടെ ഒരു ടാർഗറ്റ് കണ്ടതുകൊണ്ടും പ്രൈസ് ഈ ഒരു ടാർഗറ്റിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് കയറി വരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ മാർക്കറ്റ് താഴോട്ട് പോകും. ഇനി നമുക്ക് ഒരു കുറച്ച് നേരം നോക്കാം. ഈ ഒരു പ്രൈസ് മാനിപ്പുലേഷൻ ഇപ്പോൾ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് നമുക്ക് എഗ്നിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം പ്രൈസ് എന്തായാലും നേരം കുറച്ച് നേരം ട്രേഡ് ചെയ്യും. അതിനുശേഷം ഇതിനകത്തോട് വീണ്ടും പ്രൈസ് കയറി വരുമ്പോൾ വീണ്ടും നമ്മൾ കംഫർട്ടബിൾ പൊസിഷനായി. അങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ഈ ബോട്ടത്തിന് താഴെ, അല്ലേ? അപ്പം ആ ബോട്ടത്തിന് താഴെ പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. ഇവിടെ പലവിധ കോൺഫിഡൻസസ് ആണ്. കറക്റ്റായിട്ട് ഞാൻ ഈ ഒരു പുൾ ബാക്ക് ക്യാൻഡിലുണ്ട്. ആ പുൾ ബാക്ക് ക്യാൻഡിൽ ഒന്നും കൂടെ പ്രൈസ് സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് കയറി വരും. അപ്പോൾ ഇവിടെ നിഫ്റ്റിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്, ബാങ്ക് നിഫ്റ്റിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ പ്രൈസ് ഈ ഒരു ലെവലിൽ ഇത് ടാപ്പ് ചെയ്യണം ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ടാർഗറ്റ് നമുക്ക് കിട്ടും, ഇതും വരും. അപ്പം പ്രൈസ് ഇതിനകത്ത് തന്നെയല്ലേ നിൽക്കുന്നത്. നമ്മളുടെ ഈ ഒരു പ്രൈസ് മാനിപ്പുലേഷൻ കാണിച്ചതിന് എക്സ്ട്രീം ബോട്ടം സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംടൈംസ് അങ്ങനെ പ്രൈസ് മാനിപ്പുലേഷൻ കാണിച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബൈയിങ് പൊസിഷൻ ഇപ്പോഴാണെങ്കിൽ പോലും 146 പോലും എൻട്രി എടുക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഭാഗ്യമുണ്ട്. ബിക്കോസ് ഇവിടെ എന്താണെങ്കിലും ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യും. ആ ഗ്യാപ്പിൽ നമുക്ക് 25 പോയിൻറ്റോ 15 പോയിൻറ്റോ ഗ്യാപ്പിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനും പറ്റും. അതാണ് അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനത്തെ പ്രൈസ് മാനിപ്പുലേഷൻ കാണിച്ചതിന് ശേഷവും നമ്മളങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ എല്ലാം ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും പ്രൈസ് മുകളിലോട്ട് കയറും. ഇത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുക എന്നുള്ളതല്ല. പക്ഷേ ഇവിടെ നോക്കി, ഈ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മിറ്റിഗേറ്റ് ചെയ്തു, അല്ലേ? അപ്പം ഇവിടെ മിറ്റിഗേഷൻ വരുമ്പോഴും ഇവിടെ കുറേ ആൾക്കാർ സെൽ ചെയ്തിട്ടുണ്ട്. അവരെ കവർ ചെയ്ത് പ്രൈസിൻ്റെ ഫൈനൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ലെവലിലോട്ട്, ഫസ്റ്റ് ലെവലിൽ ഇത്രയും മിറ്റിഗേഷൻ വന്നിട്ടുണ്ട്, സെല്ലിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പ്രൈസ് പെട്ടെന്ന് കയറി വന്നതിന് ശേഷം വീണ്ടും പ്രൈസിൻ്റെ ജേർണി താഴേക്ക് കണ്ടിന്യൂ ചെയ്യണം. അതാണ് എൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മിറ്റിഗേഷൻ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? ഇതിൻ്റെ ബോട്ടം നോക്കി, ബോട്ടം പ്രൈസ് റെഡി ചെയ്തതിന് ശേഷം നമുക്ക് അതിന് പിന്നെ ഒരു ക്യാൻഡിൽ അതിന് താഴെ ക്ലോസ് ചെയ്യട്ടെ. 3 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ അതിന് താഴെ ക്ലോസ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ 3 മിനിറ്റിൻ്റെ സ്ട്രക്ചർ അല്ലേ? അപ്പം ഇവിടെ എന്താണെങ്കിലും പ്രൈസ് ഇതിന് മുകളിൽ ഈ ഈക്വൽ ഹൈ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതിന് മുകളിൽ എന്താണെങ്കിലും പ്രൈസ് കയറി വരും. അങ്ങനെ പ്രൈസ് മിറ്റിഗേഷൻ വേണ്ടി കയറി വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഭയങ്കര ക്വിക്കായിട്ടൊരു മൊമെൻറ്റിൽ മുകളിലോട്ട് പോയി സ്വീപ്പ് ചെയ്യും.
ഇവിടെ ആണെങ്കിലും പ്രൈസിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്. പ്രൈസ് 1 ടൈം, 2 ടൈം, 3 ടൈം, 4th ടൈമിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് ഇവിടെ നിന്ന് കൺസോൾഡേറ്റ് ചെയ്തു. അതാണ് നമ്മൾ എൻട്രി എടുത്ത് കഴിയുമ്പോഴത്തേനുള്ള ചില സമയത്ത് മാർക്കറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സംഭവമാണിത്. അപ്പം ഈ ലൈൻ ബോട്ടം, ഇതിന് താഴെ ബോട്ടം പ്രൈസ് 3 മിനിറ്റിൻ്റെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സിനാരിയോ മാറി. അപ്പം അതിന് ബോട്ടം പ്രൈസ് ക്ലോസ് ചെയ്യുന്നുണ്ടോ നോക്കാം 3 മിനിറ്റ് നേരം. അതൊരു സ്വീപ്പ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പ്രൈസ് വീണ്ടും ഇവിടെ ഈ കൺസോൾട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താ സംഭവിക്കുന്നത്, പ്രൈസ് എല്ലാവരും സെല്ലിംഗ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ പതുക്കെ ആരും സെല്ല് ചെയ്യാനില്ല. അപ്പോൾ കുറച്ച് ഇതിന് ബോട്ടം പ്രൈസ് വന്നു കഴിയുമ്പോഴത്തേനും പതുക്കെ അതിന് ബോട്ടം പ്രൈസ് കുറേ നേരം ട്രേഡ് ചെയ്യുമ്പോൾ എല്ലാവരും സെല്ലിംഗ് ആണെന്ന് തോന്നിക്കും. പക്ഷേ ആക്ച്വലി സെല്ലിംഗ് അല്ല. മാർക്കറ്റ് നേരെ മുകളിലേക്ക് കയറി വരും. ഇവിടെ എല്ലാം സെല്ല് ചെയ്തവരെല്ലാം സ്റ്റോപ്പ് ലോസ് ഇവിടെ എല്ലാം പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ. അതെങ്ങനെയാണ് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പ്രൈസ് ഇങ്ങനെ ഓരോ ക്യാൻഡിൽ റെഡായിട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും എല്ലാവരും വിചാരിക്കുന്നത് സെല്ലിംഗ് ആണെന്ന് വിചാരിച്ചിരിക്കുന്നത്. ആ സെല്ലിങ്ങിൻ്റെ കൂടുതൽ കൂടും. അപ്പോൾ പ്രൈസ് നേരെ മുകളിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം ഹിറ്റാകും. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ആക്ച്വലി സെല്ലിംഗ് സൈഡിലേക്ക് വരുന്ന മാർക്കറ്റ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെല്ലിങ്ങിന് കൂടുക, സെല്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബൈങ്ങിന് കൂടുക. അപ്പോൾ തിരിച്ച് മാർക്കറ്റ് വരുമ്പോൾ അതിൻ്റെ കൂടുതൽ സെല്ല് ചെയ്യാൻ കൂടുക. 3 മിനിറ്റിൻ്റെ അതിന് താഴെ ക്ലോസ് ചെയ്തു മാർക്കറ്റ്. സോ സെനറിയോ നേരെ തിരിഞ്ഞു. ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ താഴെ ഒരു സ്വീപ്പും കൂടെ നടത്തിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കയറണം. വോളിയം തീർത്തുമില്ല. അതാണ് ഇതിനകത്തൊരു പ്രശ്നം. ഇവിടെ നോക്കി എത്രയാണ്, 281, 249, 3,76,000, ഇവിടെ 1,52,000, വളരെ കുറവാണ്. ഈവൻ നിഫ്റ്റിക്കകത്താണെങ്കിൽ പോലും ഇത് വന്നിട്ടുണ്ട്. എത്ര, 1.25, ഇവിടെ എത്രയുണ്ട്, 784, 784,000. അപ്പം ഒരു വോളിയം തീർത്തില്ല. അപ്പം വോളിയം തീർത്തില്ലാത്ത സമയത്ത് മാർക്കറ്റ് ബൗൺസ് ചെയ്യും പെട്ടെന്ന്. ഇനി നമുക്ക് എന്താണെങ്കിലും ടാർഗറ്റ് ഈ ഒരു നമ്മളുടെ എൻട്രി ലെവലിന് മുകളിലെ പ്രൈസ്, ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യും. ഷുവറായിട്ടും പ്രൈസ് ഇവിടെ നേരെ റിവേഴ്സ് വരും. ബിക്കോസ് ഇവിടെ ഈ ഒരു പ്രൈസ് മാനിപ്പുലേഷൻ നടന്നിരിക്കുന്നു. പ്ലസ് നമ്മളുടെ എന്നാ പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടുന്ന് എൻട്രി എടുക്കുകയാണെന്ന് വിചാരിച്ചു, ഇവിടെ നമ്മൾ എൻട്രി എടുത്തെന്ന് വിചാരിച്ചു, ഈ ഒരു ലെവൽ വരെ പ്രൈസ് വരും. ഇതിപ്പോൾ നമ്മളിവിടെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് നോക്കും. ഇങ്ങനെ വെച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആണെങ്കിലും കിട്ടും. പക്ഷേ നമ്മളുടെ എൻട്രി ആക്ച്വലി ഇവിടെ എടുത്തിരിക്കുന്നത്, നമ്മളുടെ ആക്ച്വൽ പൊസിഷൻ എന്ന് പറയുന്നത് ലോങ് എൻട്രി നമ്മൾ ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത്. ഇത് ഈ താഴോട്ട് വന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുത്തത്. ഇവിടെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടാർഗറ്റ്. ഇതും മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വെച്ചാണ് നമ്മൾ എൻട്രി എടുത്തത്. ഈ റെഡ് ക്യാൻഡിലിൻ്റെ ബോട്ടത്തിലാണ് എൻട്രി എടുത്തത്. സോ നമ്മളിവിടെ ചെറിയ ടാർഗറ്റിന് വേണ്ടിയിട്ട് നോക്കിയത്. സോ സെക്കൻഡ് ടൈം ഇൻ കേസ് ഇതിന് ഈ പ്രൈസ് മാനിപ്പുലേഷൻ ബോട്ടം വരുമ്പോൾ ഒരു സ്വീപ്പും കൂടെ അല്ലേ നടക്കുന്നത്. അപ്പം ഇവിടെ വരുമ്പോൾ ഇവിടെ വെച്ച് നമ്മൾ എൻട്രി എടുത്തെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മളുടെ ഇത്. ഇവിടെയാണ് നമ്മളുടെ എക്സിറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ പ്രീമിയം എന്ന് പറയുന്നത് 140. സോ പ്രീമിയം നമുക്കിവിടെ നമ്മുടെ എൻട്രി പൊസിഷനിൽ 140 ഇൻ ദ മണി എടുത്തിരിക്കുന്നത് 140.
നമ്മുടെ പ്രീമിയം ക്യാൻഡിൽ വരെ ബിഗായിട്ട് പോകുന്നുണ്ടെങ്കിലും സ്റ്റോപ്പ് ലോസിൻ്റെ മുകളിൽ കവർ ചെയ്ത് പോകുന്നുണ്ടെങ്കിലും പ്രീമിയം 135 തന്നെ നിൽക്കുന്നത്, 5 പോയിൻ്റ് താന്നിട്ടുള്ളൂ. അതുകൊണ്ട് 140 നമ്മളിവിടെ വരുമ്പോൾ പ്രീമിയം നമുക്ക് ഇവിടെ എഴുതി വെക്കാം 134. ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 134 കണ്ടോ, 134. അതായത് നമ്മുടെ ഈ ലൈനെ ടച്ച് ചെയ്യുമ്പോൾ 134, ഇപ്പോൾ 135ആണ്, 136, 135, 34, 90, 35, 60. ട്രേഡ് നടക്കുന്നത് കൂടുതൽ ബൈയിങ് മൊമെൻ്റ് അവിടെ കാണിക്കുന്നുണ്ട്. പ്രീമിയത്തിനകത്ത് അപ്രിസിയേഷൻ വരുന്നുണ്ട് കണ്ടോ, 136. സംടൈംസ് മാർക്കറ്റ് നമ്മളെ ടെസ്റ്റ് ചെയ്ത ഒരു വഴിക്കായി കളയും. നമ്മൾ എൻട്രി എടുത്തോടത്ത് നിന്ന് ഇത്ര പോയിൻ്റ് താഴോട്ട് പോകുന്നു. ഇവിടെ ആക്ച്വലി ഇതിൻ്റെ ബോട്ടം പ്രൈസ് ക്ലോസ് ചെയ്തപ്പോൾ നമ്മളൊന്ന് ക്ലോസ് ചെയ്യേണ്ടതായിരുന്നു. അതിന് ശേഷം പ്രൈസ് വീണ്ടും നമുക്ക് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇനിവേ കുറച്ചുകൂടെ നോക്കാം. 131 പോയി അല്ലേ, 132. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന വരുമായിരിക്കും. ചിലപ്പം ഗ്യാപ്പ് ഫില്ല് ചെയ്യും, ചിലപ്പം ഗ്യാപ്പ് ഫില്ല് ചെയ്യത്തില്ല. ഇവിടെ ആകുമ്പോൾ 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ തൊട്ടടുത്ത് വരെ വന്നത് പ്രൈസ്. സോ ഇനി ഉള്ള ബുള്ളിഷ് മൊമെൻറ്റമാണ്. തിരിച്ച് പ്രൈസ് എങ്ങനെയാണെങ്കിലും കുറച്ചൊന്ന് കയറി വരും. ആ സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്ത് കളയാം. $50 പോയിൻ്റ് താഴെ വന്നു എൻട്രി എടുത്തതിന് ശേഷം. ഇവിടെ വരുമ്പോൾ ബാങ്ക് നിഫ്റ്റി 111 പോയിൻ്റ് എൻട്രി എടുത്തതിന് ശേഷം, അതായത് ഇവിടെ വരുമ്പോഴത്തേനും സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടില്ല, 47 പോയിൻ്റോളം താഴെ വന്നു. ഇവിടെ വരുമ്പോൾ കണ്ടോ, ഇവിടെ വന്നിരിക്കുന്നതിനകത്തെ ഹയസ്റ്റ് ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിലിൻ്റെ ഈ ക്യാൻഡിലാണ്. അതിന് ബോട്ടമാണ് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂഷ്വലി ആരും ബൈ ചെയ്യത്തില്ല ഇവിടെ വെച്ച്. ആക്ച്വലി ഇങ്ങനത്തെ പോയിന്റിലാണ് നമ്മൾ ബൈയിങ് പൊസിഷൻ എടുക്കേണ്ടത്. ചെറിയ ടാർഗറ്റിനാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പം ഈ ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിലാണ്, അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബൈ ചെയ്യുന്നു. കുറച്ചൊരു അപ് ട്രെൻഡിലേക്ക് വരും. ആ പർട്ടിക്കുലർ ക്യാൻഡിൽ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കയറി. ആ സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്തത്. ഇവിടെ നോക്കി എത്ര പ്രാവശ്യം പറയാം, 132.65 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം 132.65 ഇതും ഇൻക്രീസ്ഡ് വോളിയം ആയിരിക്കും. ഇത് പർട്ടിക്കുലർ ഇൻക്രീസ്, ഇതിന് ഈ ക്യാൻഡിലിൻ്റെ ഹൈ കട്ട് ചെയ്യും. ആക്ച്വലി നോക്കണം, ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യും. ഇപ്പോൾ പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു അഡീഷണൽ പൊസിഷൻ കൂടെ എടുത്തു. അപ്പം ഇത് നമ്മൾ മാർക്ക് ചെയ്ത പൊസിഷൻ ഇത് വേണ്ട, ഇതും വേണ്ട. നമ്മളിപ്പോൾ ആകപ്പാടെ എടുത്തിരിക്കുന്ന ഒരു പൊസിഷൻ ഇവിടെ വന്നപ്പോഴും ഒരു പൊസിഷൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേണ്ടി എടുത്തു. അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ബോട്ടത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ പർട്ടിക്കുലർ ഗ്രീൻ ക്യാൻഡിൽ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ റെഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ എടുത്ത്. സോ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരും. ഇതാണ് നമ്മളുടെ ഇത് നമ്മളുടെ സെക്കൻഡ് പൊസിഷൻ. സോ ആദ്യത്തെ പൊസിഷൻ ഇപ്പം ലോസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ചെറിയ ലോട്ടേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല.
സോ ഇവിടെ വരുമ്പം പ്രീമിയം എന്ന് പറയുന്നത് 162. സോ ഇവിടെ വീണ്ടും പ്രൈസ് മാനിപ്പുലേഷൻ കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 മിനിറ്റിൻ്റെ ക്യാൻഡിലാണെങ്കിൽ പോലും പ്രൈസ് തരെ ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു സിനാരിയോ നമ്മളെ സംബന്ധിച്ച് പക്ക ബോറിംഗ് ആണ്. ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മടുത്തു പോകും. കാരണം പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നേരെ തിരിച്ച് വരുമ്പം പ്രൈസ് മാനിപ്പുലേഷൻ ഇല്ലാതെ റിവേഴ്സിൽ പെട്ടെന്ന് പോകണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ മാനിപ്പുലേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും പ്രൈസ് മാനിപ്പുലേഷൻ വന്നു കഴിയുമ്പോഴത്തേനും പ്രീമിയം ഡിസ്കൗണ്ട് ചെയ്ത് കളയും. ഇവിടെ ഇതുണ്ട് 159, 162, നമ്മൾ 62 എന്നുള്ളത് പെട്ടെന്ന് തിരികെ പ്രീമിയം ഡിസ്കൗണ്ട് ചെയ്യും. ആൾക്കാരെല്ലാം എക്സിറ്റ് ചെയ്ത് കളയും. കൺസോളിഡേഷൻ വന്നു കഴിയുമ്പം നമ്മൾ പതുക്കെ ബോറടിക്കാൻ തുടങ്ങും. അതാണ് ഇതിനകത്തൊരു പ്രശ്നം. ഇനി ഞാൻ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്യാം. പ്രൈസ് മാർക്കറ്റ് കയറി വരട്ടെ. അതായത് ചുമ്മാ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടൊരു കാര്യമില്ലല്ലോ. സോ ടൈം ഇൻ ഇന്ത്യയിലാവും 12:31 PM, 12:31 ലൈവ് മാർക്കറ്റ് റിയൽ ടൈം. സോ റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മാർക്കറ്റ് സീറ്റ് വിൽ കം ലൈക്ക് ഷാർക്ക് എന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം വീഡിയോ പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞാൽ തിരിച്ച് പെട്ടെന്ന് കയറി വന്നു വെച്ചാൽ പെട്ടെന്ന് ആയിട്ട് വരും. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ എക്സിറ്റ് ചെയ്താണ്. സി ഇവിടെ പ്രൈസ് മാനിപ്പുലേഷൻ കണ്ടോ. നമ്മളുടെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ പ്രകാരം എങ്ങനെയാണ് പ്രൈസ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രൈസിൻ്റെ ഇത് നിൽക്കുന്നത്. ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്. പോയിന്റ് നമ്പർ 1, 2ൻ്റെ ബോഡി എടുക്കുന്നുണ്ട് ഇവിടെ ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ. 2ൻ്റെ ബോഡി പ്രൈസ് മാനിപ്പുലേഷൻ കണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ്. 2 ദെൻ 3 1 ക്രിയേറ്റ് ചെയ്തു, 2 ക്രിയേറ്റ് ചെയ്തു, 3 ക്രിയേറ്റ് ചെയ്തു, 2 ലിക്വിഡേറ്റ് ചെയ്തു. കണ്ടോ 2ൻ്റെ ബോഡി വരെ കറക്റ്റായിട്ട് ലിക്വിഡേറ്റ് ചെയ്തു. നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ മാർക്കറ്റിലെ പ്രൈസ് ആക്ടിവിറ്റി നമുക്ക് മനസ്സിലാകണം എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ഇതിൻ്റെ അതുപോലെ തന്നെ നോക്കിയാൽ ലോ ഇസ് ക്രിയേറ്റഡ്, ബ്രേക്കപ്പ് സ്ട്രക്ചർ ഇവിടെ വന്നു, അതിനുശേഷം ഇത് വന്നു, അത് ലോ എടുത്തു പ്രൈസ്. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ മിറ്റിഗേഷൻ വരുന്നു. പ്രൈസ് ഇങ്ങനെ വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ആ മിറ്റിഗേഷൻ മൂവ്മെൻറ്റ് ഉണ്ടല്ലോ, ഓരോ പർട്ടിക്കുലർ ക്യാൻഡിൽ ടു ക്യാൻഡിൽ തമ്മിലുള്ള മിറ്റിഗേഷൻ. ഇവിടെ എല്ലാം ക്യാൻഡിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പതുക്കെ ഇറങ്ങി വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ഒരു നരേറ്റീവിനോടുകൂടി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ട്രേഡ് ഹോൾഡ് ചെയ്തിരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അറ്റ്ലീസ്റ്റ് ഏകദേശം ഞാൻ ഈ പറയുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അതാണ് അതിനകത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാകാതെ വരുമ്പോൾ എന്ത് ചെയ്യണം, ട്രേഡ് അങ്ങ് എക്സിറ്റ് ചെയ്ത് കളഞ്ഞാൽ അതിലുള്ള കാര്യം. അപ്പം നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള നെഗറ്റീവ് ഫ്രെയിം ചെയ്യുന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫിഡൻസോടുകൂടി ഇരിക്കുക. ഓക്കെ, നമുക്കിവിടെ ടാർഗറ്റിലേക്ക് വരുന്നുണ്ട് എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. മാർക്കറ്റിൽ നിന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത ഒരു വഴിക്കാക്കി എന്ന് പറയാം. ഇത് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം പ്രൈസ് എന്നാലും 157 നിൽക്കുന്നത് നമ്മളുടെ ഇത്. പക്ഷേ ആദ്യത്തെ പൊസിഷൻ സ്റ്റിൽ ലോസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഇപ്പോൾ ഇവിടം വരെ കയറി വരുവാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് മാർക്ക് ചെയ്യുന്ന അത്രയും കയറി വരുമ്പോഴത്തേനും ഇതും കോസ്റ്റിലേക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും, ചെറിയ പ്രോഫിറ്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. സോ ക്ലിയർ ടാർഗറ്റ് എനിവേ ഇതിന് മുകളിൽ എന്താണെങ്കിലും സ്വീപ്പ് ചെയ്തിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ആണെങ്കിൽ ഒരു സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മാർക്കറ്റ് ഇവിടെ വന്നു ഈ ഒരു പർട്ടിക്കുലർ എന്തെല്ലാം ഫീച്ചേഴ്സ് കാണിക്കുന്നുള്ളതാണ്. ഇതുണ്ടോ, ഇതായിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഇതിന് ബോട്ടം ആയിരിക്കും എല്ലാവരും സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. ആ പർട്ടിക്കുലർ സ്റ്റോപ്പ് ലോസ് ബോട്ടത്തിൻ്റെ അവിടെ പ്രൈസ് ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പം പ്രൈസ് ഇവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു.
ഇനി പ്രൈസ് നേരെ മുകളിലോട്ട്, ഇനി ഇതിൻ്റെ താഴോട്ട് പ്രൈസ് പോകുകയാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്തോണം ട്രേഡിനകത്ത് നിന്ന്. അപ്പം നിഫ്റ്റി ഒന്നെങ്കിൽ പ്രൈസ് ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയോ ഫിൻ നിഫ്റ്റി എവിടെയാണെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ പൊസിഷൻ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റോപ്പ് ലോസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് മുകളിൽ ഒത്തിരി സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് എത്ര പോയിന്റ് ഉണ്ട്? ഇവിടെ വരെ വരുന്നതിന് 40 പോയിന്റേ ഉള്ളൂ. 40 പോയിന്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ആകുമ്പോൾ 120 പോയിന്റ് അത്രയേ ഉള്ളൂ. ചെറിയൊരു മൂവ്മെൻ്റ് ഒന്ന് കൂട്ടാൻ പറ്റുള്ളൂ. സോ അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഇതാണ് നിഫ്റ്റിയുടെ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി 159 നമ്മൾ എൻട്രി എടുക്കുമ്പോൾ 162 ഇപ്പം 158, 2-3 പോയിൻറ്റിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ഇനി നോക്കാം, കുറച്ച് നേരം കൂടെ നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റി ഓൾമോസ്റ്റ് ഈ ഒരു വിക്സിൻ്റെ ബോട്ടം വന്നിരിക്കുന്നതിന് അതിന് ബോട്ടം പ്രൈസ് കുറച്ച് നേരം ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നുണ്ടോ? 2 ടൈമിലും കുറേ നേരം ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ. അതെ, ഇപ്പോൾ എല്ലാവരും ഇവിടെ ബൈയിങ് പൊസിഷനിലേക്ക് നോക്കുന്നതുകൊണ്ടാണ്, റീറ്റെയിലേഴ്സ് എല്ലാം ബൈയിങ്ങിലേക്ക് നോക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരുന്നതിൻ്റെ കാര്യം. നമുക്ക് നോക്കാം. നിഫ്റ്റി പോകുന്നുണ്ട്. സോ പ്രൈസിന് മൊമെൻറ്റം വെച്ച് തുടങ്ങി. അപ്പം നോക്കാം നമുക്ക്. ലിക്വിഡിറ്റി എടുക്കാനുള്ള സ്വീപ്പിന് വേണ്ടിയിട്ട് വരുന്ന വരവാണത്. ഈ ഒരു സെല്ലിങ് വരുമ്പോൾ നമ്മൾ ഓർക്കരുത് അത് റിയൽ സെല്ലിങ്ങിലേക്ക് വരുന്നതാണ്. വീണ്ടും പ്രൈസ് മേളിലേക്ക് വെച്ച് പിടിക്കും. ബിക്കോസ് ഇവിടെ സെല്ലിങ് ബൈയിങ് മൊമെൻറ്റം ട്രിഗർ ചെയ്ത് കഴിഞ്ഞു. അപ്പം വീണ്ടും ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും അവിടെ സെല് ചെയ്യാൻ കൂടരുത്. നമ്മൾ ഉദ്ദേശിച്ച നമ്മൾ ടാർഗറ്റ് സോൺ ഇറ്റ്സെൽഫാണ് ഇവിടെ. ആക്ച്വലി ഇതാണ് സോൺ എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇതാണ് ടാർഗറ്റിൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് ടാർഗറ്റിൻ്റെ മെയിൻ പോയിൻറ്റ്. നമ്മളിത് എൻട്രി എടുത്ത ലൈനാണിത്. സോ അത് വന്നൊന്ന് സ്വീപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ അതുവരെ നമ്മൾ ക്ഷമയോടുകൂടെ നോക്കിയിരിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതുണ്ട്, ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറാണിത്. ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് മാർക്കറ്റ് മുകളിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ പ്രൈസ് വീണ്ടും എവിടെയാണോ ആ ഒരു ബുള്ളിഷ് മൊമെൻറ്റം വന്നിരിക്കുന്നത് അവിടെയോട് പ്രൈസ് വീണ്ടും വന്നതിന് ശേഷം പ്രൈസ് നേരെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പെർഫെക്റ്റ്ലി മിറ്റിഗേറ്റഡ് ആണ്. അതുകൊണ്ടോ ചെറിയൊരു ഇതുണ്ട് ഇവിടെ ആകപ്പാടെയുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. സോ നമുക്കൊരു ഡൈവേർജൻസും ഇതിനകത്തുനിന്ന് നിഫ്റ്റിക്കകത്തുനിന്നും ബാങ്ക് നിഫ്റ്റിക്കകത്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നിഫ്റ്റിക്കകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് ഉണ്ട്. ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. ഈ 3 ഇൻഡെക്സും എഞ്ചിനീയർ ചെയ്യുന്നത് ഒരേ കൂട്ടം ആൾക്കാരാണ്. അപ്പം നമ്മൾ ഇവിടെ
ഇതിൻ്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ബൈങ് മൊമെൻറ്റം തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് മുകളിലേക്ക് പ്രൈസ് പോവുകയും ചെയ്തു. ക്വാണ്ടിറ്റി സി ഇവിടെ ഉണ്ട്, ഇൻക്രീസ്ഡ് വോളിയം വരുന്നുണ്ട്. ഇവിടെ 1 2 3 ക്യാൻഡിൽസ് ഇൻക്രീസ്ഡ് വോളിയം വന്നു. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റെപ്പ് ചെയ്തു. അപ്പം നമ്മൾ കുറച്ച് നേരം നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്തേക്ക് ഏകദേശം വരുന്നുണ്ട്. പ്രൈസ് ഒരു മൊമെൻറ്റം കാണിക്കാൻ തുടങ്ങി. ഇപ്പം സി ആ ഒരു കംപ്ലീറ്റ് ക്യാൻഡിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് വന്നിരിക്കുന്ന ക്യാൻഡിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ട് പ്രൈസ് മേളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ നോക്കി ഇതുണ്ടോ, ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ആയിരുന്നു. ഇവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ്, ഇവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് അല്ലേ. അപ്പോൾ അവർ സ്റ്റെപ്പ് ചെയ്തേക്കുന്ന ഏരിയയിൽ നിന്നും പ്രൈസ് വന്ന് കംപ്ലീറ്റ്ലി അത് നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പ്രൈസ് വന്ന് ലിക്വിഡേറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ടാർഗറ്റ് ഇനീഷ്യൽ പോയിന്റ് ഓഫ് ടാർഗറ്റ്, ആദ്യത്തെ എൻട്രിയുടെ ടാർഗറ്റ് ആക്ച്വലി ഇതാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് ഇവിടെ വരെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടാർഗറ്റ് നമുക്ക് വെക്കാം. പ്രൈസ് ആക്ഷൻ വളരെ സ്ലോ ആണ്. എന്തൊരു ലിക്വിഡേഷനാണ് നടക്കുന്നത്. അതിനുശേഷം പതുക്കെ മാർക്കറ്റ് കയറുന്നത്. നമുക്ക് പേഷ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് പിടിച്ചിരിക്കാനേ പറ്റത്തില്ല. അതാണ് ഈ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഓർക്കുന്ന മൊമെൻറ്റത്തിൽ അത് പ്രൈസ് പെട്ടെന്ന് വരുന്നില്ല. സോ ഒരു 1 ടൈം 2 ടൈം ഇത് എന്താണെങ്കിലും പ്രൈസ് ഇവിടം വരെ വരും. നമുക്ക് ഈ ഒരു പ്രൈസിൻ്റെ ആക്ടിവിറ്റിക്കകത്ത് നമുക്ക് ഇവിടെ എന്താണ് അഡീഷണൽ ആയിട്ട് കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഈ ലോ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലിൻ്റെ മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്തു. ലോ ഇസ് ടേക്കൺ. പ്രൈസ് ഇവിടെ അതിന് മുകളിൽ പ്രൈസ് ആക്ഷൻ വീണ്ടും പ്രൈസ് വന്നു. അപ്പോൾ മാർക്കറ്റിൻ്റെ എന്താ പറയുന്നത് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയി. സോ സെയിം വേ ഇവിടെ അത് തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലേ. ലോ എടുത്തു, അതിനുശേഷം പ്രൈസ് ഇവിടെ വന്നു, പ്രൈസ് മുകളിൽ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം പ്രൈസ് മിറ്റിഗേഷൻ വേണ്ടിയിട്ട് താഴേക്ക് പ്രൈസ് വരുന്നുണ്ട് അല്ലേ. ഇവിടെ പ്രൈസ് നേരെ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മിറ്റിഗേഷൻ വേണ്ടിയിട്ട് പ്രൈസ് ഇവിടെ താഴെ വരുന്നു. വീണ്ടും സെയിം ആക്ടിവിറ്റി, ഇപ്പോൾ നമ്മൾ ഈ കണ്ടിരിക്കുന്ന സെയിം ആക്ടിവിറ്റി ഇവിടെ നടക്കുന്നുണ്ട്. ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, പർട്ടിക്കുലർ ക്യാൻഡിൽ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ആ ലോ എടുത്തു, പ്രൈസ് അതിന് മുകളിൽ ക്ലോസ് ചെയ്തു. പ്രൈസ് വീണ്ടും മിറ്റിഗേഷൻ വേണ്ടി വരുന്നു. ഒരു സ്റ്റെപ്പ് മുകളിലാണ് നടക്കുന്നത് പ്രൈസ് ആക്ഷൻ. സെയിം സംഭവം ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അല്ലേ. അപ്പോൾ പ്രൈസ് ആക്ഷൻ ഒരു സംഭവം. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് പ്രൈസിന് സ്വീപ്പിംഗ് ക്യാൻഡിൽസ് ആണ് കൂടുതൽ ഇറങ്ങി വരുന്നത് മാർക്കറ്റിലേക്ക്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കോൺഫിഡൻസോടുകൂടി ഇരിക്കുക. അതാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ നാരേറ്റീവ് ഇതിനകത്ത് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബുളിഷ് മാർക്കറ്റ് തിരിച്ച് ബുളിഷ് ഓർഡർ ഫ്ലോ ട്രിഗർ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എക്സെപ്ഷണൽ കേസിലാവുള്ളൂ ലിക്വിഡിറ്റി സ്വീപ്പിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു ക്യാൻഡിൽ ഇറങ്ങി വന്നിട്ട് പിന്നെയും കയറി പോകും അങ്ങനെ. അപ്പം അത് നമ്മൾ നോക്കി നിൽക്കുക എന്നുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് എത്ര നേരം ഇരിക്കാൻ തുടങ്ങി. പ്രൈസ് ആക്ഷൻ വളരെ സ്ലോ ആണ്, ഒരു മൊമെൻറ്റും ഇല്ലാത്ത ഇതാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്തിട്ട് അവിടെ 2 ട്രേഡ് ചെയ്തോളൂ. 2 ട്രേഡും ലാഗ് ചെയ്ത് പ്രൈസ് ആക്ഷൻ വളരെ പൂർ പ്രൈസ് ആക്ഷൻ ആയിരുന്നു. കുറച്ചൊന്നൊരു മൊമെൻറ്റം കാണിച്ചു. എടുത്തിരിക്കുന്ന പൊസിഷൻ ആക്ച്വലി ഈ ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിന് 0 നോ ലോസ് നോ പ്രോഫിറ്റ് വന്നിരുന്നു. വേണമെങ്കിൽ എനിക്ക് എക്സിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും ഒരു ക്ലിയർ ടാർഗറ്റ് ഫോർമേഷൻ ഇവിടെ കൃത്യം കാണുന്നുണ്ടായിരുന്നു. സോ നമ്മളുടെ എക്സിസ്റ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം കറക്റ്റ്ലി നിൽക്കുന്നത് 164 ബൈ ചെയ്തിരിക്കുന്നത്. ഇപ്പം 156 ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇത്രയും ലോസ് ഉണ്ട്. മറ്റേ ഇതിനകത്ത് നിൽക്കുന്നത് 5 157 ബൈ ചെയ്തിരിക്കുന്നത് 128 അപ്പം 4500 ഇപ്പം നമുക്ക് വി ആർ റണ്ണിങ് ഓൺ നെഗറ്റീവ് ഇക്വിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ എനിവേ ഞാൻ ക്ലോസ് ചെയ്യുന്നില്ല. ഈ പൊസിഷൻ അതുപോലെ തന്നെ നിൽക്കട്ടെ. ബിക്കോസ് ഇവിടെ ഒരു ക്ലിയർ ഫോർമേഷൻ ഓഫ് ടാർഗറ്റ് കൃത്യമായിട്ട് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു ടാർഗറ്റ് മിറ്റിഗേഷൻ എന്താണെങ്കിലും അവിടെ വന്നിരിക്കും. ഇൻ കേസ് ഇത് കോസ്റ്റ് വരുവാണെങ്കിൽ ഇപ്പോൾ സമയമായി 15:25 കോസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് നോക്കാം. 4000 അവിടെ വരെ വന്നു. 3000 4000 ഈ ഒരു ടാർഗറ്റ് വരെ എത്തണം. 15:25 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഇതിപ്പോൾ പറഞ്ഞാൽ ഇവിടെ എഞ്ചിനീയർ ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന ഒരു മൊമെൻറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് ഇപ്പം 4500 നമുക്ക് മൈനസാണ്. ഇനി പൊസിഷൻ ഓപ്പൺ ആയിട്ട് തന്നെ ഇടാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. ഈ ഒരു പൊസിഷൻ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ പോകത്തില്ല. സോ ആ സമയത്ത് മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ മോർണിംഗ് ആണെങ്കിലും ഓപ്പണിംഗ് മൊമെൻറ്റത്തിലാണെങ്കിലും പ്രൈസ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്യും. ആ ടാപ്പ് ചെയ്യുന്ന മൊമെൻറ്റിൽ വാട്ട് എവർ ബി ദ പ്രീമിയം എക്സിറ്റ് ചെയ്തിരിക്കും. സോ നല്ല മൊമെൻറ്റും ഉണ്ട്. 4900 26 4 മിനിറ്റും കൂടെ ഉണ്ട്. സോ പ്രൈസ് അവിടെ വന്ന് ടാപ്പ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പൊസിഷൻ ക്ലോസ് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ഈ ഒരു പ്രൈസിൻ്റെ മൊമെൻറ്റം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ. ഈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫറിങ് മണി ഫ്രം ദ ഇംപേഷ്യൻറ്റ് ടു ദ പേഷ്യൻറ്റ്. മനസ്സിലായോ? അതായത് ക്ഷമയില്ലാത്തവരിൽ നിന്നും ക്ഷമയുള്ളവരിലേക്ക്
മണി ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്ഷമയോടുകൂടി ഇരിക്കുക, നമ്മൾ ചെയ്തിരിക്കുന്ന ഇത് കറക്റ്റാണെന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് നമ്മൾ നോക്കി കറക്റ്റായിട്ട് നമുക്ക് ആ ടാർഗറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 4000 5000 ആയിരുന്നു ലോസ്. ഇത് ഏകദേശം 0 കോസ്റ്റിലേക്ക് വന്നിരുന്നു. അപ്പോൾ സെക്കൻഡ് എൻട്രി എടുത്തിരിക്കുന്നത് നമുക്ക് 164 159 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടും ഫിനിഫ്റ്റി എടുത്തിരിക്കുന്നത്. ഇൻ ദ മണിയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതിനകത്ത് അധികം ഡിപ്രിസിയേഷൻ വരാൻ ചാൻസ് കുറവാണ്. വീണ്ടും പ്രൈസ് നിൽക്കുകയാണ്. സോ ആ ഒരു ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തിരിക്കുന്നത് ഇത് സ്വീപ്പ് ചെയ്യാതെ മാർക്കറ്റ് പോകത്തില്ല ഈ ഒരു ടാർഗറ്റ്. സോ ഇതിൻ്റെ ബാക്കി നമുക്ക് മണ്ടയിലത്തെ ട്രേഡിങ്ങിനകത്ത് ട്രേഡ് എക്സിറ്റ് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് വട്ട് എവർ ബി ദ കേസ് ഇതിപ്പം ഇന്നത്തെ നെഗറ്റീവിൽ റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതുണ്ട്. ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് ഇവിടെ കാണിച്ചതിന് ശേഷം അത് ക്ലിയർ ഔട്ട് ചെയ്യുന്ന മൂവ്മെൻറ്റ് കണ്ടോ, അത് കൃത്യമായിട്ട് മതി. ഇത് ഇവിടെ കണ്ടോ, അതും ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ കൃത്യമായിട്ട് അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. സോ ആ ക്ലിയർ ചെയ്യുന്ന മൂവ്മെൻറ്റിൽ പോലും നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞെങ്കിൽ പോലും നമുക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടിയെന്നുള്ളതാണ് അല്ലേ. 15:28 ഇപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യുന്നില്ല. ഇനി കീപ്പിംഗ് ഇറ്റ് ഓപ്പൺ. രാവിലെ തൊട്ട് നോക്കിയിരിക്കുന്നത് ഇതുവരെയും കയറിയില്ല. പക്ഷെ നമ്മൾ ഇവിടുത്തെ മൊമെൻറ്റം കണ്ടോ, ഈ ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തതിന് ശേഷം പ്രൈസ് അതിന് താഴെ വന്നിട്ട് വീണ്ടും പ്രൈസ് അതിന് മുകളിലേക്ക് ഇവിടെ വന്ന് മിറ്റിഗേഷന് വേണ്ടിയിട്ട് പിന്നെ കയറി വരുന്നു കണ്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ ലെസൺ എന്ന് പറയുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സംടൈംസ് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത് ഒരു വഴിക്കാക്കി കളയും. സംടൈംസ് മാർക്കറ്റ് വിൽ ബ്ലെസ് യു ലൈക്ക് എനിത്തിങ്. പക്ഷേ നമ്മൾ വി ആർ ദ റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റ് തന്നെയാണ് എൻ്റെ മനസ്സിലെ ഫീലിംഗ് എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ഇന്നിവിടെ സെല്ലിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രീമിയം മെൽറ്റിംഗ് DK കാരണം ഒന്നും കിട്ടത്തില്ല. സോ 15:29 ഇനി ഏതാനും സെക്കൻഡുകളേ ഉള്ളൂ. സോ നമ്മളുടെ പൊസിഷൻ ഇപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട്. അതാണ്ടേ 15:29 15:50 164 മേടിച്ച് 160 അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇത്ര ക്വിക്കായിട്ടാണ് ബൈങ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ക്ലോസ് ആയി 15:30. സോ ഇന്നത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു. സോ അതൊരു ക്ലോസ് ഇറ്റ്. നൗ ഐ കെപ്റ്റ് ദ പൊസിഷൻ ഓപ്പൺ. നൗ ലെറ്റ് us see. ഇനി എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം മൺഡേ വരുമ്പോഴത്തേനും 23,857 ഫിനിഫ്റ്റി ടാപ്പ് ചെയ്യുന്നുണ്ടോ നോക്കുക. 51,482 ബാങ്ക് നിഫ്റ്റി ടാപ്പ് ചെയ്യുന്നുണ്ടോ നോക്കുക. അതുപോലെ തന്നെ 23,886 നിഫ്റ്റി ടാപ്പ് ചെയ്യുന്നുണ്ടോ നോക്കുക. ദിസ് ഈസ് അവർ ടാർഗറ്റ് ആൻഡ് വി വിൽ ബി എക്സിറ്റിംഗ് വാട്ട് എവർ കേസ്. അവിടെ ലോസ് ഓഫ് പ്രോഫിറ്റ് എന്താണെന്നുള്ളതല്ല, അവിടെ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐ വിൽ എക്സിറ്റ് ഫ്രം ദ ട്രേഡ്. ദിസ് ഈസ് ദ പ്ലാൻ. ബിക്കോസ് നമ്മളെല്ലാവരും ചെയ്യുന്ന എന്താണ്, ട്രേഡിംഗ് സീക്രട്സിൻ്റെ യൂട്യൂബ് അതുള്ള എല്ലാവരും ചെയ്യുന്നതാണ്. വി ആർ വർക്കിംഗ് ഓൺ എ പ്ലാൻ ആൻഡ് ആ ട്രേഡ് പ്ലാനിൽ അവിടെ വരുമ്പോൾ എക്സിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഇൻ കേസ് ഇനി താഴെയാണ് പോകുന്നതെങ്കിൽ ഓക്കെ ഞാൻ ലോസിൽ ക്ലോസ് ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ട്രേഡിങ്ങിൻ്റെ മെത്തഡോളജി സെയിം. പക്ഷേ ഇവിടെ നമുക്ക് പല പല കൺഫർമേഷൻസ് കാണാൻ പറ്റും. ഇതുണ്ടോ, ഇവിടെ ഈ പ്രൈസ് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന കാര്യം എന്താണ്, പ്രൈസ് ഒരു പുൾ ബാക്ക്, 2 പുൾ ബാക്ക്, 3 പുൾ ബാക്ക് ആൻഡ് ഇറ്റ് ഈസ് ടാപ്പിംഗ് ഓൺ ആൻ ഇമ്പോർട്ടൻറ്റ് ഏരിയ കണ്ടോ. അതിനുശേഷം പ്രൈസ് അതിന് താഴെ വന്നിട്ടേ ഇല്ല. സോ ഇങ്ങനത്തെ കൺഫർമേഷൻസ് നമ്മുടെ ചാനലിൽ കൂടെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. എന്താണ് ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. 1 പ്രൈസ് ഈസ് പുള്ളിംഗ് ബാക്ക് 1 ടൈം, ഇതന്നേരം 2 ടൈം. ഇവിടെ നമുക്ക് ഫിനിഫ്റ്റിക്കകത്ത് ഒരു പ്രശ്നമില്ല. ഫിനിഫ്റ്റി എപ്പോഴും നമ്മൾ ബൈ സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു മൊമെൻറ്റം തരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ബിക്കോസ് ഇത് ട്രേഡിങ് ഫാസ്റ്റായിട്ട് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങുന്നതിന് 3 അടി സ്പീഡിൽ ഇവിടെ ആക്ടിവിറ്റി തുടങ്ങി കഴിഞ്ഞിരിക്കും. അതാണ് ഫിനിഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എനിവേ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.